നമസ്കാരം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമെന്ന് തന്നെ പറയാവുന്ന ജില്ലയാണ് കണ്ണൂർ. ഒരു കാലത്ത് കണ്ണൂരിൽ നിന്നുള്ള ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ തന്നെ ആദർശത്തിൻ്റെ അവസാന വാക്കായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കണ്ണൂരിലെ അന്നത്തെ കാലത്ത് പാർട്ടി തുടങ്ങിയ കാലത്തുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും വലിയ ജന്മി കുടുംബങ്ങളിൽ നിന്നുള്ള വലിയ ധനാഢ്യരായ മാതാപിതാക്കളുടെ മക്കളായിരുന്നു. അവർക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. അതെല്ലാം നശിപ്പിച്ചാണ് ഇവരിൽ പലരും പിന്നീട് രാഷ്ട്രീയം നടത്തിയതും ജീവിതത്തിൽ പഞ്ചായത്ത് അംഗം പോലും ആകാതെ പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിച്ച എത്രയോ പേരുണ്ട്. അതുപോലെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് രക്തസാക്ഷികളായി പോയ എത്രയോ മനുഷ്യരുണ്ട്. അന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നൊരു കാര്യം, ഈ മലബാർ മേഖലയിലെ നേതാക്കന്മാർ, തെക്കൻ ജില്ലയിലെ നേതാക്കന്മാരെക്കുറിച്ച് പറയാറുള്ളൊരു പരാതി, അവർ സ്വന്തം കാര്യം നോക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്, പാർട്ടിയെക്കുറിച്ചല്ല സ്വന്തം കാര്യമാണ് നോക്കുന്നതെന്നൊക്കെ തന്നെ ആരോപണങ്ങളൊന്നും ഉയർത്തിയിരുന്നു. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ CPM നേതാക്കന്മാർ തന്നെയാണ് ഇന്ന് പാർട്ടിയിൽ അഴിമതിയിലും പണം തട്ടിപ്പിനും അതുപോലെ ലോകത്തുള്ള സകല തട്ടിപ്പ് പരിപാടികൾക്കും നേതൃത്വം നൽകുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. കാലം മാറിയപ്പോൾ മൊത്തം തിരിഞ്ഞു മറിയുകയായിരുന്നു. പണ്ട് ജന്മകുടുംബങ്ങളിൽ നിന്നെത്തിയ നേതാക്കന്മാർ പലരും പിന്നീട് ദരിദ്രന്മാരായി മാറിയപ്പോൾ, ദരിദ്ര കുടുംബങ്ങളിൽ നിന്നെത്തിയ പലരും പിന്നീട് ശതകോടീശ്വരന്മാരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിലായി പാർട്ടിയിലെ ഈ തട്ടിപ്പുകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ V. കുഞ്ഞികൃഷ്ണനാണ്. കുഞ്ഞികൃഷ്ണൻ പറയുന്നത്, പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ധൻരാജിൻ്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച പണം പോലും നേതാക്കന്മാർ അടിച്ചു മാറ്റി എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിൻ്റെ വേറൊരു പതിപ്പാണ്. ധൻരാജ് ഒരു സാധാരണ കുടുംബത്തിലുള്ള ആളായിരുന്നു. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണ്. അയാളുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി പിരിച്ച പണത്തിൽ വലിയൊരു വിഭാഗം നേതാക്കളെല്ലാം ചേർന്ന് അടിച്ചു മാറ്റിയെന്നും ഇതിൽ പയ്യന്നൂർ MLA TI മധുസൂദന് വലിയൊരു പങ്കുണ്ട് എന്നുമാണ് V. കുഞ്ഞികൃഷ്ണൻ ഏഷ്യാനെറ്റ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ നേതാക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് ഏതാണ്ട് 1 കോടി രൂപയിലധികം ഇതിനു വേണ്ടി പിരിച്ചിട്ട് അതിൽ 46 ലക്ഷം രൂപയ്ക്കും ഇപ്പോൾ കണക്കില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തിയപ്പോൾ ആ നേതാക്കന്മാരുടെ പലരുടെയും വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് ഇതിൻ്റെ പണം വന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. താൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയതിനു ശേഷം ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും വലിയ നേതാക്കളുടെ മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കുകയും ചെയ്തിട്ടൊക്കെ പോലും അവരാരും ഇത് കണ്ട ഭാവം കാണിച്ചില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ കണ്ണൂരിലെ നേതാക്കന്മാരെക്കുറിച്ച് നമുക്കറിയാം. അവരെല്ലാവരും, അല്ലെങ്കിൽ അവരുടെ മക്കളും കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ മത്സരിച്ച് വ്യവസായ സംരംഭകരായി മാറിയിരിക്കണം. വലിയ ഇന്ത്യക്ക് പുറത്തുമൊക്കെയുള്ള വലിയ വ്യവസായ സാമ്രാജ്യങ്ങളുടെ ഉടമകളായി പലരും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തുകയൊക്കെ നിസ്സാരമായിട്ടായിരിക്കാം തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഇക്കാര്യത്തിൽ ഈ V. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യവും അംഗീകരിക്കാത്തതും. മാത്രമല്ല, താൻ EP ജയരാജനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നു. അതുപോലെ പല നേതാക്കളും നടത്തുന്ന വലിയ തോതിലുള്ള ക്രമക്കേടുകളെക്കുറിച്ചൊക്കെ തന്നെ താൻ പാർട്ടി വേദികളിൽ പരാതി ഉന്നയിച്ചിരുന്നുവെങ്കിലും എല്ലാവരും തള്ളിക്കളയായിരുന്നു എന്നാണ് V. കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഈ ഒരു അഭിമുഖത്തിൻ്റെ പേരിൽ കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി നടപടിയെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം കണ്ണൂരിലെ നേതാക്കളെ മൊത്തത്തിൽ പൊളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് കൃത്യമായി അക്കമിട്ട് നിരത്തിക്കൊണ്ട് കൃത്യമായ കണക്ക് പുറത്തു വിട്ടുകൊണ്ട് V. കുഞ്ഞികൃഷ്ണൻ ഈ അഭിമുഖത്തിൽ ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് എത്രമാത്രം ജീർണിച്ച അവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയാണ്. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് M. സുകുമാരൻ എഴുതിയ ശേഷക്രിയ എന്ന നോവൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിച്ച മൂല്യച്യുതിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വിവരിക്കുന്ന ഒരു നോവലായിരുന്നു. ഇത് സിനിമയാക്കിയിട്ടുണ്ട്. എന്നാൽ ആ സിനിമ റിലീസ് ചെയ്യാൻ അന്നത്തെ CPM നേതാക്കൾ തിയേറ്ററുകൾക്ക് മുന്നിലെത്തി ജനങ്ങളെ ഓടിക്കുകയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ അന്നൊക്കെ M. സുകുമാരനൊക്കെ പ്രവചിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ അനുഭവിച്ച കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് V. കുഞ്ഞികൃഷ്ണൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാലത്ത് രക്തസാക്ഷികൾ പാർട്ടിക്ക് എത്രയും വേണ്ടപ്പെട്ടായിരുന്നു. അവരെ ഹൃദയത്തോട് ചേർത്ത് തന്നെയാണ് പാർട്ടി അന്ന് നിർത്തിയിരുന്നത്. രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾക്ക് പാർട്ടി സ്ഥാപനങ്ങളിൽ ജോലി നൽകാനും അല്ലെങ്കിൽ അവരൊക്കെ സാമ്പത്തിക സഹായിക്കാനും ഒക്കെ തന്നെ എല്ലാ നേതാക്കളൊന്നും മുൻകൈ എടുത്തിറങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ ഈ ഇത്തരത്തിൽ രാഷ്ട്രീയം ബിസിനസ്സാക്കി നടത്തിക്കൊണ്ട് പോകുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പലരും പറയുന്നത്, അല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലുമൊക്കെ റിട്ടയർ ചെയ്ത് കിട്ടിയ പൈസ കൊണ്ടാണ് കോടികളുടെ ബിസിനസ് സാമ്രാജ്യം തീർത്തതെന്നൊക്കെ പറയുന്ന ആളുകൾ ചിരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവർ പലരും വിസ്തീർണങ്ങളുടെ രംഗത്തെത്തുമ്പോൾ V. കുഞ്ഞികൃഷ്ണനെയൊക്കെ പോലെയുള്ള ഇപ്പോഴും പഴയ കമ്മ്യൂണിസ്റ്റ് സ്കൂളിൽ പിന്തുടരുന്ന ആ പാത പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇതൊന്നും തന്നെ സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു സമയത്ത് V. കുഞ്ഞികൃഷ്ണൻ്റെ വെളിപ്പെടുത്തലുകൾ വലിയ തോതിലുള്ള പ്രത്യാഘാതം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും V. കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള വളരെ പഴയ സ്കൂളുകാരനായ ആദർശധീരനായ പഴയ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് സഹിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്തതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നല്ലൊരു സുവർണ്ണകാലം ഉണ്ടായിരുന്നു.
നേതാക്കന്മാരെല്ലാവരും കൂടി മത്സരിച്ച് പണമുണ്ടാക്കാൻ ഇറങ്ങി അത് മുഴുവൻ ഇല്ലാതാക്കി എന്നുള്ള പണ്ട് പാർട്ടി വിട്ടുപോയ പലരും ഉയർത്തിയ പരാതികൾ തന്നെയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകളുടെ പാർട്ടിയുടെ വൃത്തികളെ എതിർത്ത് പാർട്ടിക്ക് പുറത്തു പോകുന്ന ഒരാളായി വി കുഞ്ഞകൃഷ്ണൻ മാറുമോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും. പക്ഷേ തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ പാർട്ടി അതിന് മുതിരുമോ എന്നറിയില്ല. ഏതായാലും പല നേതാക്കന്മാരുടെയും പൊയ്മുഖങ്ങളാണ് ഇവിടെ വി കുഞ്ഞകൃഷ്ണൻ്റെ അഭിമുഖത്തിലൂടെ പൊളിച്ചെടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഈ തട്ടിപ്പുകളെക്കുറിച്ചെല്ലാം അറിയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ആകട്ടെ ഇനിയും അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. കാരണം എല്ലാം സ്വന്തക്കാരാണ്. വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ടാണ് കണ്ണൂരിൽ രാഷ്ട്രീയം നടത്തുന്നതെങ്കിൽ പോലും ഈ സ്വന്തം കച്ചവടത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അവരെ എതിർക്കാനും കഴിയുകയില്ല. ഏതായാലും വി കുഞ്ഞകൃഷ്ണനെയൊക്കെ പോലെയുള്ള ആളുകൾ പാർട്ടിയിൽ ഒറ്റപ്പെടും എന്നുള്ള കാര്യവും ഉറപ്പാണ്.